തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ TFT തൈറോയിഡ് ഗ്ലാൻഡിന്റെ ഫംഗ്ഷൻ അസസ് ചെയ്യാനുള്ള ടെസ്റ്റ് ആണ്. അപ്പൊ അതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് TSH ഉണ്ട്, പിന്നെ T4 ഉണ്ട്, തൈറോക്സിൻ ഫംഗ്ഷൻ, അതായത് ടെട്രാ അയഡോ തൈറോക്സിൻ 4 അയഡിൻ മോളിക്യൂൾ ഉള്ളതുണ്ട്. പിന്നെ ഫ്രീ T4, അതാണ് FT4, ഫ്രീ T4, പിന്നെ T3, 4 മെയിൻ ആയിട്ട് ഉള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് എന്ന് പറയുന്നത് TSH ആണ്. മോസ്റ്റ് സെൻസിറ്റീവ് ഇൻഡിക്കേറ്റർ ഫോർ തൈറോയിഡ് ഫംഗ്ഷൻ എന്ന് ചോദിച്ചാൽ അത് TSH ആണ് വരുന്നത്. TSH ടെസ്റ്റ് ചെയ്യുന്നു ഫസ്റ്റ്. TSH ടെസ്റ്റ് ചെയ്ത ശേഷം മാത്രമേ നമ്മൾ അതിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ബാക്കിയിലോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, അങ്ങനെയാണ് ഒരു റൂട്ടീൻ യൂഷ്വലി വരുന്നത്. അപ്പോൾ ഫസ്റ്റ് എപ്പോഴും ചെയ്യുന്നത് TSH തന്നെയാണ്. ഓക്കെ, സോ TSH എന്താണ് എന്നറിയാം. നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള ഹോർമോൺ ആണ്. ഇനി T4ലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ തൈറോക്സിൻ ഹോർമോണിലേക്ക് വരുമ്പോൾ ഇവിടെ 3 ഉണ്ട്. T4, ഫ്രീ T4, T3, അങ്ങനെ 3 ഉണ്ട്. അപ്പൊ ഇതിലുള്ള വ്യത്യാസം ഇത്രയേ ഉള്ളൂ. തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ആകുന്നത് T4. ഓക്കെ, അപ്പോ T4 യൂഷ്വലി തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്ന് റിലീസ് ആകുന്നതാണ്. ഈ T4 നേരെ പോയി പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ചെയ്യുന്ന T4 എന്ന ഹോർമോൺ നേരെ ബ്ലഡിൽ ചെല്ലുമ്പോൾ പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അതോടുകൂടി പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള T4 ആയിട്ട് ബ്ലഡിൽ കാണപ്പെടുന്നു. ഓക്കെ, പ്രോട്ടീൻ ബൗണ്ട്. അപ്പൊ ഈ പ്രോട്ടീൻ ബൗണ്ട് T4 എന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി ഇനാക്റ്റീവ് ആണ്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിൽ നിന്നും റിലീസ് ആകുന്ന ഹോർമോൺ T4 ആണ്. ആ T4 ബ്ലഡിലേക്കാണ് റിലീസ് ആകുന്നത്. റിലീസ് ആകുന്ന ഉടൻ തന്നെ അത് പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. പ്ലാസ്മ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രോട്ടീൻ ബൗണ്ട് T4 ആകുന്നു, വിച്ച് ഈസ് ഇനാക്റ്റീവ്. ഓക്കെ, ആ പ്രോട്ടീന്റെ അളവ്, അതായത് ഇനാക്റ്റീവ് പ്രോട്ടീൻ ബൗണ്ട് ആയിട്ടുള്ള T4ന്റെ അളവ്, അതാണ് നമ്മൾ T4 എന്ന രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ നോർമൽ വാല്യൂ 4.612 മൈക്രോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. ഓക്കെ, ഇനി ഓരോ തവണയും ആക്ഷൻ നടക്കേണ്ട സമയത്ത് ഓക്കെ ഈ പ്രോട്ടീനിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന T4 അതിൽ നിന്നും കുറച്ച് T4 മോളിക്യൂളുകൾ റിലീസ് ആകുന്നു. ഓക്കെ, അപ്പോ പ്രോട്ടീൻ ബൗണ്ട് T4ൽ നിന്നും T4കൾ, അതായത് T4 ഹോർമോണുകൾ റിലീസ് ആകുന്നു. അങ്ങനെ ആകുമ്പോൾ അവർ പ്രോട്ടീനുമായിട്ട് മിക്സ് ചെയ്യാതെ ബ്ലഡിൽ ഫ്രീ ആയിട്ട് വരുന്നു. അങ്ങനെ ഫ്രീ ആയിട്ട് വരുന്ന T4നെയാണ് നമ്മൾ ഫ്രീ T4 അല്ലെങ്കിൽ FT4 എന്ന് പറയുന്നത്. ഓക്കെ, FT4 മീൻസ് അത് ഫ്രീ T4 ആണ്. ഓക്കെ, ഇനി അതിന്റെ നോർമൽ വാല്യൂ 0.722 നാനോഗ്രാംസ് പെർ ഡെസിലിറ്റർ ആണ്. ഈ ഫ്രീ T4 യൂഷ്വലി അങ്ങനെ അധികം നേരം നിൽക്കാറില്ല. ഫ്രീ T4ൽ നിന്നും ഒരു അയഡിൻ മോളിക്യൂൾ റിലീസ് ആയിട്ട് അവരെല്ലാവരും വളരെ പെട്ടെന്ന് തന്നെ T3 ആയിട്ട് മാറും. T3 ആയിട്ട് മാറുന്നതോടെ അത് ഫുള്ളി ആക്റ്റീവ് ആകും. എന്നിട്ട് അത് ഓരോരോ സൈറ്റിൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു തൈറോക്സിൻ ഹോർമോൺ ശരീരത്തിൽ എവിടെയൊക്കെ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഏത് സൈറ്റിലാണോ പോകേണ്ടത് ആ സൈറ്റിലേക്ക് പോകുന്നു, അത് അതിന്റെ ജോലി ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു അയഡിൻ മോളിക്യൂൾ റിലീസ് ആയിട്ട് വരുന്ന T3, അതിനെയാണ് നമ്മൾ T3 അളവിൽ പറയുന്നത്. ട്രൈ അയഡോ തൈറോക്സിൻ 80 മുതൽ 180 നാനോഗ്രാം പെർ ഡെസിലിറ്റർ. ഇതാണ് 3 വ്യത്യസ്ത തൈറോക്സിൻ ഹോർമോണുകളുടെ വെർഷൻ. അപ്പൊ ഇതാണ് നമ്മുടെ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റിലുള്ള 4 പാരാമീറ്ററുകൾ. TSH ആണ് ഏറ്റവും സെൻസിറ്റീവ്. ബാക്കി 3 തൈറോക്സിൻ ഹോർമോണുകളുടെ വെർഷൻ ഉണ്ട്. T4 വെർഷൻ ഉണ്ട്, ഫ്രീ T4 വെർഷൻ ഉണ്ട്, പിന്നെ T3 വെർഷൻ ഉണ്ട്. 3ന്റെ വ്യത്യാസവും പറഞ്ഞു. ഓക്കെ, ഫ്രീ T3 ഇല്ല. ഓക്കെ, ഫ്രീ T3 ഇല്ല എന്ന് പറയാൻ കാരണം T3 യൂഷ്വലി പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യാറില്ല, അവർ ഫ്രീ ആണ്. അവർ നേരെ അതിന്റെ ആക്ഷൻ സൈറ്റിൽ പോയി ജോലി ചെയ്യുന്നേ ഉള്ളൂ. അപ്പൊ T4 ബ്ലഡിൽ ഇറങ്ങുമ്പോൾ തന്നെ പ്രോട്ടീനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ അത് പ്രോട്ടീൻ ബൗണ്ട് T4 ആകുന്നു. അതിൽ നിന്നും ഫ്രീ ആയിട്ട് പോകുന്ന T4 നമ്മൾ ഫ്രീ T4 എന്നും പറയുന്നു. പക്ഷെ ആ ഫ്രീ ആകുന്ന T4ൽ നിന്നും ഒരു അയഡിൻ മോളിക്യൂൾ പോയിട്ട് T3 ആകുമ്പോൾ പിന്നെ ആ T3 നേരെ പ്രോട്ടീനിൽ കയറാറില്ല. അവരവരുടെ ജോലിക്കായിട്ട് നേരെ അങ്ങ് പോവുകയുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഫ്രീ T3 ഫ്രീ T3 എന്ന ഒരു കൺസെപ്റ്റ് യൂഷ്വലി ഇല്ല. ഓക്കെ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് TSH ഉം രണ്ടാമത്തേത് T4 ഉം ആണ്.
ഇത് രണ്ടുമാണ് ഫസ്റ്റും സെക്കൻഡും ആയിട്ട് നമ്മൾ ഇടുന്നത്. ഫ്രീ T4ഉം T3യും അങ്ങനെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ TFT തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിന്റെ കാര്യങ്ങളിൽ നോക്കാറില്ല. മെയിൻ രണ്ടുപേര് TSHഉം T4ഉം ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഇന്റർപ്രിട്ടേഷൻ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്ന കാര്യം, രണ്ട് കാര്യങ്ങൾ ഓർക്കണം. ഒന്ന്, ഹൈപ്പർ തൈറോയിഡിസം അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് T4ന്റെ അളവിനനുസരിച്ചാണ്. ഓക്കെ, ഇപ്പൊ T4ന്റെ അളവ് കൂടുതലാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം എന്നും T4ന്റെ അളവ് കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം എന്നും പറയും. ഓക്കെ, സോ ഇതാണ് ആദ്യത്തെ കൺസെപ്റ്റ്. ഇനി രണ്ടാമത്തെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ കാരണത്തിനനുസരിച്ചാണ് നമ്മൾ പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ നമ്മൾ സെക്കൻഡറി എന്നും തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ പ്രൈമറി എന്നും പറയും. ഓക്കെ, പ്രോബ്ലം. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ വെച്ചിട്ട് നമുക്ക് 4 ഡിസോർഡേഴ്സ് വരാം. പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം വരാം, സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം വരാം, പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം വരാം, സെക്കൻഡറി ഹൈപ്പോ തൈറോയിഡിസം വരാം. അങ്ങനെ 4 വ്യത്യസ്ത രീതിയിലുള്ള ഡിസോർഡേഴ്സ് നമുക്ക് യൂഷ്വലി TFT കൊണ്ട് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അപ്പൊ അതെങ്ങനെ എന്നുകൂടി നോക്കാം. അപ്പോ ആദ്യമേ ചെക്ക് ചെയ്യുന്നത് TSH ആയിരിക്കും. ഓക്കെ, പറഞ്ഞു TSH ആണ് ഏറ്റവും സെൻസിറ്റീവ്. അപ്പൊ TSH ആണ് ഫസ്റ്റ് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ TSH നോർമൽ ആണെങ്കിൽ പിന്നീട് ഫർദർ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ആവശ്യം യൂഷ്വലി ഇല്ല. ഓക്കെ, ഇനി സപ്പോസ് TSH അബ്നോർമൽ ആണെങ്കിൽ 2 രീതിയിൽ വരാം. TSH ഒന്നുകിൽ കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ TSH കുറവായിരിക്കാം. ഓക്കെ, ഇപ്പൊ TSH നമ്മൾ തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് TSH ചെയ്തു. TSH ചെയ്യുമ്പോൾ നോർമൽ ആണെങ്കിൽ ഓക്കെ, നോർമൽ അല്ല അബ്നോർമൽ ആണെങ്കിൽ ഒന്നുകിൽ TSH ഹൈ ആകാം, അല്ലെങ്കിൽ TSH ലോ ആകാം. ഓക്കെ, അപ്പൊ ഈ രണ്ടിൽ ഏത് സിനാരിയോ വന്നാലും അടുത്ത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ഇന്ന് തൊട്ട് മുമ്പേ പറഞ്ഞു, രണ്ടാമത്തെ പാരാമീറ്റർ എന്ന് പറഞ്ഞാൽ T4 ആണെന്ന് പറഞ്ഞു. അപ്പൊ ഉടനെ നമ്മൾ T4 ചെയ്യണം. ഓക്കെ, T4 ചെയ്തു. അതിപ്പോ രണ്ടിൽ ഏത് അവസ്ഥയിലാണെങ്കിലും നമ്മൾ T4 ചെയ്യണം. ഓക്കെ, ഇനി T4 ചെക്ക് ചെയ്യുമ്പോൾ യൂഷ്വലി T4 അബ്നോർമൽ ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പൊ T4 അബ്നോർമൽ ആയിട്ട് കാണുമ്പോൾ അത് 2 രീതിയിൽ വരാം. ഒന്നുകിൽ T4 കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ T4 കുറവായിരിക്കാം. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സ്ഥിതിയിൽ TSH ലോ ആയിരിക്കുമ്പോൾ നമ്മൾ T4 ചെക്ക് ചെയ്യുമ്പോൾ ചിലപ്പോ T4 കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ T4 കുറവായിരിക്കാം. ഓക്കെ, ഇതാണ് നമ്മൾ പറഞ്ഞ 4 സിനാരിയോ. ഈ 4 സിനാരിയോ എങ്ങനെയാണ് നമ്മൾ പേരിടുന്നത്, നോമൻക്ലേച്ചർ കൊടുക്കുന്നത് എന്നാണ് അടുത്ത് നോക്കാനുള്ളത്. ഓക്കെ, സോ താഴേന്ന് തുടങ്ങുക. അപ്പൊ താഴേന്ന് തുടങ്ങുമ്പോൾ T4 ഹൈ ആണ്. അപ്പൊ T4 ഹൈ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഇവിടെ പറഞ്ഞ മെൻഷൻ പാരാമീറ്റർ നോക്കുക. ഹൈ T4 ആണെങ്കിൽ അതിനെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയണം. സോ T4 ഹൈ ആണ്. T4 ഹൈ ആണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ സ്ലൈഡ്. ഓക്കെ, ഇപ്പൊ ഹൈപ്പർ തൈറോയിഡിസം ആണ്. ഇനി ഹൈപ്പർ തൈറോയിഡിസം ഒന്ന് കിട്ടി. ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ കാരണം നോക്കുക. കാരണം നോക്കാൻ നമ്മൾ നേരെ മുകളിലോട്ട് നോക്കണം. TSH കൂടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ TSH കൂടിയാൽ നമ്മുടെ ആദ്യമേ ഉള്ള എൻഡോക്രൈനോളജി ക്ലാസ്സിൽ പറഞ്ഞ കാര്യം നമ്മൾ ഓർക്കുക. പിറ്റ്യൂട്ടറിയിൽ നിന്നും TSH വന്നു, അമിതമായിട്ട് വന്നു കഴിഞ്ഞാൽ അത് നേരെ തൈറോയ്ഡ് ഗ്ലാൻഡിൽ ആക്ട് ചെയ്യുമ്പോൾ അതിനനുസൃതമായിട്ട് T4ന്റെ പ്രൊഡക്ഷനും കൂടും. ഓക്കെ, ഇപ്പൊ TSHന്റെ അളവ് കൂടിയാൽ T4ന്റെ അളവ് കൂടാം. സോ ഇവിടെ T4 കൂടുതലാണ്, ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട്. മുകളിൽ നോക്കുമ്പോൾ TSH കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അനുമാനിക്കാം TSH കൂടിയത് കൊണ്ട് അത് തൈറോയ്ഡ് ഗ്ലാൻഡിൽ പോയി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് T4നെ കൂട്ടി. സോ ഇവിടെ T4 കൂടാനും ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടാകാനും കാരണം എന്താണ്? TSH ആണ്. TSH കൂടിയത് കൊണ്ടാണല്ലോ T4 കൂടുന്നത്. സോ കാരണം TSH ആണെങ്കിൽ TSH പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ്. സോ പിറ്റ്യൂട്ടറി ഹോർമോണിന്റെ കാരണം കൊണ്ട് ഹൈപ്പർ തൈറോയിഡിസം വന്നു. സോ പിറ്റ്യൂട്ടറി കാരണമാണെങ്കിൽ അവിടെ സെക്കൻഡറി എന്ന് പറയുന്നു. അപ്പോ ഈ അവസ്ഥയെ നമ്മൾ എന്ത് പറയും? സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഓക്കെ, ഇനി ഇവിടെ രണ്ടാമത്തെ സിനാരിയോ നോക്കുക. TSH കൂടി നിൽക്കുകയായിരുന്നു, അതുകൊണ്ട് T4 ചെക്ക് ചെയ്തപ്പോൾ T4 കുറവാണ്. സോ T4 കുറവാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പാരാമീറ്റർ നോക്കുമ്പോൾ T4 കുറവാണെങ്കിൽ നമ്മൾ
ഹൈപ്പോ തൈറോയിഡിസം എന്ന് പേരിടണം. സോ T4 കുറവാണ്. T4 കുറവാണെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസം ആണ്. ഓക്കെ, ഇനി ഇതിന്റെ മുകളിൽ കാരണം നോക്കണം. അപ്പോ T4 കുറഞ്ഞിരിക്കുന്നു, മുകളിൽ TSH നോക്കിയപ്പോൾ TSH കൂടിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ആലോചിക്കുക. TSH കൂടിയാൽ T4 കുറയുമോ? ഒരിക്കലും കുറയില്ല. പിന്നെ തൊട്ട് മുമ്പേ പറഞ്ഞതേ ഉള്ളൂ, TSH കൂടിയാൽ T4 കൂടുകയുള്ളൂ. ഓക്കെ, അതാണല്ലോ അവരുടെ സ്റ്റിമുലൈ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം എന്തോ കൊണ്ട് T4 കുറഞ്ഞു. ഓക്കെ, അങ്ങനെ ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടായപ്പോൾ അല്ലെങ്കിൽ തൈറോക്സിൻ ഹോർമോൺ കുറഞ്ഞപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പിറ്റ്യൂട്ടറി പരമാവധി TSH റിലീസ് ചെയ്യുവാണ്. TSH അങ്ങനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിലേക്ക് സ്റ്റിമുലേഷൻ വന്നിട്ട് ഈ കുറഞ്ഞു നിൽക്കുന്ന ഹോർമോൺ കൂടുമല്ലോ എന്ന ഒരു വിശ്വാസത്തിൽ തൈറോക്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പരമാവധി TSH റിലീസ് ആക്കുവാണ്. അതുകൊണ്ടാണ് TSH കൂടി നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മുകളിൽ നിന്ന് താഴോട്ടല്ല കാരണം വരുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ട് TSH കൂടി എന്ന് മനസ്സിലാക്കാം. കാരണം ഹൈപ്പോ തൈറോയിഡിസം ഉണ്ട്. ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ഒരാൾക്ക് അതിനെ മറികടക്കാൻ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് പരമാവധി TSH റിലീസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നേരെ തിരിച്ചാണ്. ആദ്യത്തെ സിനാരിയോയിൽ ഞാൻ താഴോട്ടാണ് ആരോ ഇട്ടത്, കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ട് തൈറോക്സിൻ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. ഇവിടെ നേരെ തിരിച്ചാണ്. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രശ്നം കൊണ്ട് ഹോർമോൺ കുറഞ്ഞു, അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ പിറ്റ്യൂട്ടറി സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ടാണ് TSH ഹൈ. സോ ഇവിടെ കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല. കാരണം പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള TSH കൂടി നിന്നാൽ ഒരിക്കലും തൈറോക്സിൻ ഹോർമോൺ കുറയില്ലല്ലോ. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് അല്ല ഇവിടുത്തെ പ്രശ്നം, ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ് പ്രശ്നം. തൈറോയ്ഡ് ഗ്ലാൻഡ് എന്തോ കുഴപ്പം കൊണ്ടാണ് ഹോർമോൺ കുറഞ്ഞിരിക്കുന്നത്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ പാവം പിറ്റ്യൂട്ടറി പരമാവധി ഇപ്പോൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. സോ കാരണം തൈറോയ്ഡ് ഗ്ലാൻഡ് ആണെങ്കിൽ പ്രൈമറി എന്ന് പറയണം. സോ ഈ സിനാരിയോ നമ്മൾ പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു ഭാഗം ക്ലിയർ ആണോ? ഒരുവിധം കിട്ടിയോ? അതായത് TSH ചെക്ക് ചെയ്യുമ്പോൾ TSHന്റെ അളവ് ഹൈ ആണെങ്കിൽ അതിൽ നമുക്ക് രണ്ട് കണ്ടീഷൻസ് വരാം. ഒന്നുകിൽ സെക്കൻഡറി ഹൈപ്പർ തൈറോയിഡിസം വരാം, അല്ലെങ്കിൽ പ്രൈമറി ഹൈപ്പോ തൈറോയിഡിസം വരാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ സിനാരിയോയിലോട്ട് പോവുക. അതായത് TSH ലോ ആണ്. TSH കൂടുതലും T4 നോർമലും ആകില്ല. അതുകൊണ്ടാണ് നമ്മൾ യൂഷ്വലി ഏറ്റവും സെൻസിറ്റീവ് TSH എന്ന് പറയുന്നത്. TSHന്റെ വാല്യൂ അബ്നോർമൽ ആണെങ്കിൽ അവിടെ T4നെ അത് ബാധിക്കും. ഓക്കെ, നേരെ തിരിച്ചു വരാം. ഓക്കെ, അതായത് T4ന്റെ അളവ് ഇപ്പോ അബ്നോർമൽ ആണ്. ഓക്കെ, പക്ഷെ TSH നോർമൽ ആയിട്ട് നിൽക്കാം. അത്തരത്തിൽ വരാം. പക്ഷെ TSH നോർമലും T4 TSH അബ്നോർമലും T4 നോർമലും എന്ന രീതിയിൽ ഇപ്പൊ ഈ ചോദിച്ച രീതിയിലുള്ള ഒരു അവസ്ഥ യൂഷ്വലി വരില്ല. TSH അബ്നോർമൽ ആയാൽ തീർച്ചയായിട്ടും T4 മാറിയിരിക്കും. ഓക്കെ, പക്ഷെ T4 അബ്നോർമലും TSH നോർമലും ആയിട്ട് വരാം. ഓക്കെ, അങ്ങനെയുള്ള ചെറിയ ഏറ്റക്കുറച്ചിലുകൾ വരാം. പക്ഷെ അത് നെഗ്ലിജിബിൾ ആണ്. അത് ടെമ്പററി അല്ലെങ്കിൽ ട്രാൻസിയന്റ് ആയിട്ട് വന്നു പോകുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ആദ്യമേ TSH തന്നെ നോക്കുന്നത്, T4ലോട്ട് പോകാതെ. ഇനി ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ സിനാരിയോയും കൂടി നോക്കാം. TSH കുറഞ്ഞ അവസ്ഥ. ഞാൻ ഈ രണ്ടാമത്തെ സിനാരിയോ കൂടെ പറയാം. ഓക്കെ, രണ്ടാമത്തെ കൂടി പറഞ്ഞിട്ട് അതിൽ ഡൗട്ട് ഉള്ളത് ഒന്നുകൂടി ചോദിക്കുക. ഓക്കെ, സോ ഇനി നമുക്ക് TSH ലോ ആണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം. സോ TSH കുറവാണ് എന്നാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് T4 തന്നെയാണ്. ഓക്കെ, അപ്പോ T4 ചെക്ക് ചെയ്യുമ്പോൾ അതിൽ ഈ T4 ഫ്രീ അല്ല. ഞാൻ പറഞ്ഞു ഫ്രീ T4 അല്ല, നമ്മുടെ റെഗുലർ T4 ആണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ T4 ചെക്ക് ചെയ്യുക. ഇപ്പൊ T4 ചെക്ക് ചെയ്യുമ്പോൾ T4 ഹൈ ആണ് എന്ന് കണ്ടു. ഇപ്പൊ T4 ഹൈ ആണെങ്കിൽ അത് വെച്ച് തന്നെ നമ്മൾ ഫസ്റ്റ് അതിന്റെ പേരിടും, ഹൈപ്പർ തൈറോയിഡിസം ആണ്. T4 ഹൈ ആണെങ്കിൽ ഇറ്റ് ഈസ് ഹൈപ്പർ തൈറോയിഡിസം. ഇനി കാരണമാണ് നോക്കേണ്ടത്. അപ്പൊ കാരണം നോക്കാൻ നമ്മൾ ബാക്കിലേക്ക് നോക്കും. അപ്പൊ ബാക്കിലേക്ക് നോക്കുമ്പോൾ TSH കുറവാണ്. സോ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ TSH കുറഞ്ഞാൽ ഒരിക്കലും T4 തൈറോയ്ഡ് ഗ്ലാൻഡിലെ തൈറോക്സിൻ കുറയില്ലല്ലോ, കൂടി നിൽക്കില്ലല്ലോ. TSH കുറഞ്ഞാൽ T4 കുറയാം. ഓക്കെ, താഴോട്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷെ TSH കുറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും T4 കൂടില്ല. ഇവിടെ സിനാരിയോ അങ്ങനെയല്ല. T4 ഹൈ ആണ്, TSH ലോ ആണ്. സോ നമ്മൾ ഇവിടെ ബാക്കിലോട്ട് പറഞ്ഞ പോലുള്ള കാര്യം ഓർക്കുക. തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ എന്തോ പ്രശ്നം കൊണ്ട് T4 കൂടി. ഓക്കെ, തൈറോക്സിൻ ഹോർമോൺ കൂടി. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് TSHനെ കുറച്ചു.
പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കുമ്പോൾ ബ്ലഡിൽ നിറച്ചും തൈറോക്സിൻ ഹോർമോൺ ഉണ്ട്, T4 നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വഴി ഈ T4 നേരെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ പോയിട്ട് TSH കുറയ്ക്കുന്നതാണ്. സോ ഇവിടുത്തെ കാരണം എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് തന്നെയാണ്, പിറ്റ്യൂട്ടറിക്ക് ഒരു റോളും ഇല്ല. സോ കാരണം തൈറോയ്ഡ് ഗ്ലാൻഡ് ആയതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രൈമറി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഓക്കെ, ഇനി നാലാമത്തെ സിനാരിയോ TSH കുറവാണ്, T4 നോക്കുമ്പോൾ T4 കുറവാണ്. അപ്പോൾ TSH പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലുള്ള TSH കുറഞ്ഞാൽ തൈറോയ്ഡ് ഗ്ലാൻഡിലെ T4 കുറയാം. അപ്പോൾ TSHന്റെ കുറവ് കൊണ്ടാണ് T4 കുറഞ്ഞിരിക്കുന്നത്. സോ T4 കുറവായത് കൊണ്ട് ഇതിന് പേര് ഹൈപ്പോ തൈറോയിഡിസം. പക്ഷെ കാരണം ആരാണ്? TSH തന്നെയാണ്, അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് തന്നെയാണ് കാരണം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് കാരണം കൊണ്ട് തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞാൽ അവിടെ സെക്കൻഡറി എന്ന് പറയുന്നു. ക്ലിയർ ആണല്ലോ?